ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറൈഫറി റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ ചിന്താവിഷയം, ചില ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അവരെടുത്തിട്ടുണ്ടാവും, പക്ഷെ ഓരോ പ്രാവശ്യം അതിൻ്റെ സ്ലാബ് പ്രകാരമൊക്കെ ഉള്ള പ്രീമിയം അവിടെ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ പല ആളുകളും പറയുന്നത് കേൾക്കുന്നത്, കഴിഞ്ഞ കാലമൊക്കെ ഒരുപാട് പ്രീമിയം വന്നു, ഞാൻ അതങ്ങ് നിർത്താൻ പോവുകയാണ് എന്ന്. ചില ആളുകൾ അത് അങ്ങനെ പറയുക മാത്രമല്ല, അത് അങ്ങനെ ചെയ്യുകയും ചെയ്യും. പക്ഷേ ഒരിക്കലും അവർ ചിന്തിക്കുന്നില്ല അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ, അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് എന്താണെന്നുള്ളത്. ഒരിക്കലും നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നിർത്തിക്കളയാൻ പാടില്ല. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഹെൽത്ത് ഉള്ളപ്പോൾ മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അത് ഹെൽത്ത് ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മേജറായിട്ടുള്ള ഇൽനെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നോ അപ്പോഴാണ് എടുക്കേണ്ടത്. പിന്നീട് അങ്ങോട്ട് തുടർന്ന് അത് കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടതും അത്യാവശ്യമാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒരിക്കലും നമുക്കത് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രീമിയം ഒക്കെ ഹൈക്ക് വരും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തർ ആരൊക്കെയാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നതെന്ന് വെച്ചാൽ അവരുടെ ഏജ് മാറുന്നതിനനുസരിച്ച് പ്രീമിയം ഹൈക്ക് വരും. അതുപോലെ എന്തെങ്കിലും ക്ലെയിം ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ചില കേസിൽ ചില കമ്പനിയിലേക്ക് ആ ഒരു പ്രീമിയത്തിൽ ഒരു ലോഡ് വരാറുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മളത് നിർത്തിക്കളയരുത്. നിർത്തിക്കളഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നതിൽ ഒരുപാട് എക്സ്ക്ലൂഷൻസ് ഒക്കെ വരുന്നുണ്ട്. ചില അസുഖങ്ങൾ നമ്മൾ മരുന്ന് കഴിച്ച് ഒരുപാട് കാലം നമുക്ക് നീട്ടി വയ്ക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട്. ഹെർണിയ, പൈൽസ്, സൈനസൈറ്റിസ്, ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ പറയുന്ന യൂട്രസ് പ്രോബ്ലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ നാൾ മരുന്ന് വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത് പെട്ടെന്നൊന്നും നമ്മളെ അങ്ങ് ബുദ്ധിമുട്ടിക്കുന്ന ഒരു രീതിയല്ല. അപ്പോൾ ആ ഒരു കേസിലൊക്കെ 2 വർഷം എങ്കിലും റിന്യൂ ചെയ്തതിന് ശേഷമാണ് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് അതിൻ്റെ ഒരു ക്ലെയിം പ്രോസസ്സൊക്കെ എടുക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റിയൊക്കെ വരുന്നുള്ളൂ. അതെ. അപ്പോൾ ഈ 2 വർഷം റിന്യൂ ചെയ്യേണ്ട ആ ഒരു കേസിലൊക്കെ നമ്മൾ ചിലപ്പോൾ പോളിസി എടുത്ത് കുറച്ച് നാളായിട്ടുണ്ട്, അതെല്ലാം കവറേജ് വന്നതിന് ശേഷം നമ്മളതങ്ങ് നിർത്തിക്കളഞ്ഞു എന്ന് വയ്ക്കുക. പിന്നെ അത് പുതുക്കാതെ അത് വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരാവശ്യം വരുമ്പോഴായിരിക്കും നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതും നമ്മളൊരു പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ശ്രമം നടത്തുന്നതും. ആ സമയത്ത് നമ്മുടെ ഈ എക്സ്ക്ലൂഷൻസ് എല്ലാം വീണ്ടും നമ്മൾ ആവർത്തിക്കേണ്ടി വരുന്നു. 2 വർഷം വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ഇത്തരം അസുഖങ്ങൾക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ ഏജിൽ നമ്മൾ ഒരു 5 വർഷമൊക്കെ നമുക്ക് പഴയ പോളിസി ഉണ്ടായിരുന്നു, എന്നിട്ട് അത് നമ്മൾ വിട്ട് കളഞ്ഞിട്ട് പിന്നെ ഒന്ന് പുതിയത് എടുക്കുന്ന സമയമാണെങ്കിൽ നമുക്കത് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല. പുതിയതായിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള പോളിസി എടുക്കുന്ന എല്ലാ രീതിയിലുള്ള മെഡിക്കൽ ചെക്കപ്പോ മറ്റ് വെരിഫിക്കേഷനോ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും 2 ഇയേഴ്സിൻ്റെ എക്സ്ക്ലൂഷനിൽ പെട്ട ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു പക്ഷേ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന രീതിയിൽ എഴുതി വയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ അത്തരം നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും പിന്നെയും 2 വർഷം നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിനുള്ള ക്ലെയിമൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അത്തരം ഒരു മണ്ടത്തരം ആരും കാണിക്കരുത്. ഉള്ള ഹെൽത്ത് ഇൻഷുറൻസിനെ പുതുക്കിക്കൊണ്ട് പോകാൻ തന്നെ തീരുമാനിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു പ്രീമിയം കൂടുതലാണ് ആ കമ്പനിയിൽ, അല്ലെങ്കിൽ സർവീസ് ശരിയാവുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു നല്ല മെച്ചപ്പെട്ട മറ്റു കമ്പനികളിലേക്ക് പോർട്ട് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് അങ്ങനെ നോക്കിയിട്ട് കുറച്ചും കൂടി പ്രീമിയത്തിൽ വ്യത്യാസം എന്തെങ്കിലും ഉള്ള ഒരു നല്ല ഒരു സർവീസൊക്കെ കിട്ടുന്ന ഒരു കമ്പനിയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് പോർട്ട് ചെയ്യാനും സാധിക്കും. പോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ബാക്ക് അടിച്ചെല്ലാം അതൊക്കെ ഒന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്താണ് കുറച്ച് അറിവൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഗൈഡൻസോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.